ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സീറോ ടു ഹീറോ. ഞാൻ ഇന്നിവിടെ ഒരു അടിപൊളി ചേമ്പ് കറൂത്ത കറിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ചോറിന്റെ കൂടെ ഈ കറി ഇങ്ങോട്ട് കിട്ടിയാണ്ടല്ലോ പിന്നെ ഒന്നും വേണ്ടി വരൂല. നമുക്ക് പെട്ടെന്ന് വീഡിയോ കാണാം. ചെറിയ ചേമ്പ് കറൂത്ത, ഇത് നല്ലോണം ഇങ്ങോട്ട് ഇങ്ങനെ തൊലി കളഞ്ഞ് അരിഞ്ഞിങ്ങോട്ട് എടുത്തോളി. ഇത് ഒരു കുക്കറിലേക്ക് ഇങ്ങോട്ട് ഇട്ടോളി. അധികം ചെറിയ പീസാക്കൊന്നും വേണ്ട കേട്ടോ, ഇതുപോലെ മതിയാകും. ഇതിലേക്ക് ഒരു 3 പച്ചമുളക് നടുകെ കീറിയത്, കൂടെ മഞ്ഞപ്പൊടിയും, പിന്നെ ഇതിലേക്ക് ആവശ്യം 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു വലിയ തക്കാളിയും കൂടി എടുത്തോളി. ഇതിലേക്ക് വേറെ പുളിന്റെ ഒരു ആവശ്യമല്ല, ഈ തക്കാളി തന്നെ മതിയാകും. പിന്നെ 1 കപ്പ് വെള്ളം കൂടി ഇങ്ങോട്ട് ഒഴിച്ചോളി. നല്ലോണം അങ്ങോട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇങ്ങോട്ട് ഇളക്കിക്കോളി. കുക്കർ അടച്ചോളി. ഒരു 3 വിസിൽ അടുപ്പിക്കണ നേരം ഒരു മിക്സിന്റെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ, കൂടാതെ 2 ചെറിയുള്ളി നടുകെ കീറിയത്, ചെറിയ ജീരകം 1/2 ടീസ്പൂൺ. ഇത് ചെറിയ പൊടി അല്ലെങ്കിലും ജീരകമായാലും മതി, എങ്ങനെയായാലും മതി. ആവശ്യത്തിന് വെള്ളം കൂടി ഇങ്ങോട്ട് ഒഴിച്ചോളി. അടിച്ചിങ്ങോട്ട് എടുത്തോളി. ഇത്രയും മതിയാകും. കുക്കറിന്റെ ആവിയൊക്കെ പോയിക്കണ്. കഷ്ണങ്ങളൊക്കെ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇളക്കുമ്പോ കഷ്ണങ്ങൾ ഉടയാതെ ശ്രദ്ധിക്കണം. ഇനി കറി ഒന്ന് തിളച്ചതിന് ശേഷം നമ്മളെ ആ തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ചോളി. മിക്സിയൊക്കെ നല്ലോണം ഇങ്ങോട്ട് കഴുകിയെടുത്തോളി. ഇങ്ങോട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇങ്ങോട്ട് ഇളക്കിക്കോളി. കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെല്ലൈക്കൻ്റെ ഓളും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തേക്കണേ. കറി ഏകദേശം തിളക്കാറായി. ഇത്രയും തിളച്ചാൽ മതിയാകും. ഇനി ഓഫാക്കാവുന്നതാണ്. ഇനി ഇതിലേക്കൊന്ന് താളിച്ച് ചേർക്കുകയാണ് വേണ്ടത്. അതിന് ഒരു ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കൂടെ 1/2 ടീസ്പൂൺ കടുകും. ഇത് നന്നായി ഇങ്ങോട്ട് പൊട്ടിത്തെറിക്കാൻ അനുവദിച്ചോളി. ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില, കൂടെ ഒരു 2 ഉണക്കമുളകും കൂടി ചേർത്ത് നന്നായിട്ട് ഇങ്ങോട്ട് വഴറ്റി കൊടുത്തോളി. ഇത് നമ്മളെ കറിയിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ചോളി. എന്താ മണം! എളുപ്പം കുക്കർ ഇങ്ങോട്ട് അടച്ചോളി. ആ മണക്ക കറിക്ക് തന്നെ ഇങ്ങോട്ട് ഇറങ്ങി സെറ്റായി വരട്ടെ. 5 മിനിറ്റിന് ശേഷം കുക്കർ തുറക്കാവുന്നതാണ്. കറിയൊക്കെ കുറുകി പെർഫെക്റ്റ് ആക്കി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണം. നിങ്ങളെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊന്നും കമന്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത്. എത്ര സിമ്പിളായിട്ടാണല്ലേ നമ്മൾ ഈ കറി തയ്യാറാക്കിയത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ് ഈ കറിക്കുള്ളത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.